വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ പുതിയ മൊഴി പുറത്ത്. അമ്മ ഷെമിയെ കഴുത്തിൽ ഷോൾ മുറുക്കി ബോധം കെടുത്തിയ ശേഷം തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ചു. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വന്നതിന് ശേഷമാണ് ഇതെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ചുറ്റിക വാങ്ങിയ കടയിലടക്കം പോലീസ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ചുറ്റിക ഉപയോഗിച്ച് അമ്മയാണ് ആദ്യം അഫാൻ ആക്രമിച്ചതെന്നായിരുന്നു പോലീസ് കരുതിയത്. എന്നാൽ പാങ്ങോട് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയിലാണ് അഫാന്റെ ഞെട്ടിക്കുന്ന മൊഴി. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അമ്മ ഷെമീനയുമായി താൻ വഴക്കിട്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഷെമീനയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധം കെട്ടുവീണ അമ്മ മരിച്ചെന്ന് കരുതി വാതിൽ പൂട്ടി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. പിന്നീട് കൂട്ടുകാരിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റിക വാങ്ങി. പിന്നീട് നേരെ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തി തിരികെ വീട്ടിലേക്ക്. ഈ സമയം ഷെമി കരയുന്നതാണ് കണ്ടത്. ഉടൻ ചുറ്റികയെടുത്ത് അമ്മയുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. മുത്തശ്ശിയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു. അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പണമയച്ച ദേശസാത്കൃത ബാങ്കിന്റെ CDM കേന്ദ്രത്തിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ വൈകിട്ട് അഫാനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ജനം, തിരുവനന്തപുരം.